രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ ഒരു ഓഫ് സ്പിന്നറെ ഒന്ന് എറിയുക, അല്ലെങ്കിൽ ഒരു എവേ ഗോയിങ് ബോളർ എറിയുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് ഫെയിൽ സഞ്ജു ഓപ്പണിംഗ് അഭിഷേക് സഞ്ജു ഓപ്പൺ ചെയ്യാൻ പറ്റും. സ്പീഡിൽ നമ്മളും കളിക്കാൻ നോക്കുന്നില്ല. നമ്മൾ നമ്മുടെ നാച്ചുറൽ റീതത്തിന്റെ വെളിയിൽ വരുന്നല്ലേ. വൈഭവ് സൂര്യവംശി ഇന്ത്യൻ T20 ടീമിലേക്ക് വരികയാണെന്ന് സങ്കല്പിക്കാം. ഇപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും സഞ്ജുവും ആയിരിക്കും, അതോ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും വൈഭവും ആയിരിക്കും? ഓപ്പണിംഗിൽ എന്തായാലും ഒരു ലെഫ്റ്റ് ഹാൻഡർ റൈറ്റ് ഹാൻഡർ ആകാനാണ് ചാൻസ് ഉള്ളത്. കാരണം അത് മറ്റേത് ഫെയിൽ ആയിട്ടുണ്ട് പലപ്പോഴും. രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇടുന്നത്, രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ ഒരു ഓഫ് സ്പിന്നറെ ഒന്ന് എറിയുക, അല്ലെങ്കിൽ ഒരു എവേ ഗോയിങ് ബോളർ എറിയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡർ ലെഫ്റ്റ് ഹാൻഡർ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഭിഷേകിനെ മാറ്റുമോ അതോ സൂര്യവംശി? ഇനിഷ്യലി എന്റെ കണക്കൂട്ടിൽ ശരിയാണ്, അഭിഷേക് ആദ്യം കളിക്കും. അഭിഷേക് ഫെയിൽ സഞ്ജു ഓപ്പണിംഗ്, അഭിഷേക് സഞ്ജു ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വൈഭവ് വൺ ഡൗണിലോട്ടാകും. വൺ ഡൗണിലേക്ക് പോയി. ഇതിൽ പിന്നെ ആരാണെങ്കിലും ഇപ്പോൾ സൂര്യവംശിയുടെ കൂടെ ഓപ്പൺ ചെയ്യണ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഭവ് കളിക്കുന്ന റേറ്റ് ഓഫ് സ്പീഡിൽ നമ്മളും കളിക്കാൻ നോക്കുന്നില്ല. നമ്മൾ നമ്മുടെ നാച്ചുറൽ റീതത്തിന്റെ വെളിയിൽ വരുന്നല്ലേ. അതെ, ജയ്സ്വാളിന് പറ്റിയത് അതാണല്ലോ ഈ സീസൺ. നമ്മുടെ കളി നമ്മളായി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി ഉണ്ടാവും.